തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ കഥകൾ പറഞ്ഞിരിക്കാനും ചർച്ചകൾ ചെയ്യാനും പുസ്തകം വായിക്കാനും ചായ കുടിക്കാനും ഒക്കെയായി ഒരു കിടിലൻ സ്പോട്ടുണ്ട്. ആ സ്പോട്ടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് ഇനി. പുസ്തകപ്രേമികൾക്ക് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്വസ്ഥമായിരുന്ന് വായിക്കാനൊരിടം. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്ന് വായിക്കാം. എല്ലാ പ്രസാധകരുടേതുമായി ഇംഗ്ലീഷിലും മലയാളത്തിലും 2000-ലധികം പുസ്തകങ്ങളാണ് വായനക്കാരെ വരവേൽക്കുന്നത്. വായനയ്ക്കും ചർച്ചയ്ക്കും ചൂട് പകരാൻ ചായയും കാപ്പിയും ഇവിടെ കിട്ടും. സാധാരണ ലൈബ്രറിയിലേതുപോലെ ഇവിടെ വന്നിരിക്കാനോ പുസ്തകം വായിക്കാനോ അംഗത്വം എടുക്കേണ്ടതിൻ്റെ ആവശ്യവുമില്ല. പുസ്തകങ്ങൾ വാങ്ങുകയും ചെയ്യാം. ഇവിടെ നല്ല ആംബിയൻസ് ആണുള്ളത്. നമുക്ക് വരുമ്പം തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടുന്നുണ്ട് വായിക്കാനായിട്ട്. പാളയം എന്ന് പറയുമ്പോൾ ഒരു പ്രൈം ലൊക്കേഷനാണ്. സോ കോളേജ് സ്റ്റുഡൻസിനും എല്ലാം നല്ലതായിരിക്കും. മാറുന്ന കാലത്ത് വായനയെ ജനകീയമാക്കുകയാണ് സംസ്ഥാന ബുക്ക് മാർക്കിന്റെ ലക്ഷ്യം. പഴയ മാതൃകയുള്ള പുസ്തകശാലകൾ ഇനിയും അധികകാലം ആ നിലയ്ക്ക് തുടരാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് പുതിയ ആശയം രൂപപ്പെട്ടത്. അപ്പോൾ എല്ലാ പ്രസാധകരുടെയും പുസ്തകങ്ങൾക്കൊപ്പം എല്ലാ പത്രമാസികകളും ആനുകാലികങ്ങളും ഇവിടെ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പുതുതായി ഇറങ്ങുന്ന പുസ്തകങ്ങൾക്കായി ഇവിടെ പ്രത്യേക ഇടം തന്നെയുണ്ട്. വായനാ ദിനമായ 19-നാണ് കഫേയുടെ ഉദ്ഘാടനം. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ ഈ ഇടം വായനക്കാർ ഏറ്റെടുക്കുമെന്നതിൽ സംശയമില്ല. ഇത്തലയോട്ടിയിൽ ഇത്തിരി മണ്ണിട്ടു നട്ടു വളർത്താം നമുക്കരയ ആൽമരം. അപ്പോൾ ബുക്ക് മാർക്ക് കഫേയിൽ വരാം, ഇവിടെ വന്നിരുന്ന് ചർച്ചകളിൽ ഏർപ്പെടാം, പുസ്തകം വായിക്കാം, ഒപ്പം ചായയും കുടിക്കാം. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.